ഹേ ഓൾ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഓൺ ബോർഡ് ചെയ്യാമെന്നാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ മ്യൂലേൺ എന്ന് സെർച്ച് ചെയ്യുക. mulearn.org എന്നുള്ളതാണ് മ്യൂലേണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. സോ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് മ്യൂലേണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓൺബോർഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ജോയിൻ മ്യൂലേണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID, ഫുൾ നെയിം, പിന്നെ ഒരു പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. കോളേജ് നെയിം ഏതാണ്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ഗ്രാജുവേഷൻ ഇയറും കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാം. സോ ഇവിടെ രണ്ട് ഇത് കാണുന്നുണ്ട്. നമ്മൾ നോ മൈ ഇൻട്രസ്റ്റും ഹെൽപ്പ് മീ ഡിസ്കവറും. ഇതിൽ നോ മൈ ഇൻട്രസ്റ്റ്സ് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, ഈ ഗിവൺ ആയിട്ടുള്ള 4 ഏരിയകളിൽ ഏതാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഏരിയ, നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കോഡറോ, മേക്കറോ, മാനേജറോ, ക്രിയേറ്റീവ്, ഏതാണോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് വരുന്നത് വാട്ട് ഡു യു എക്സ്പെക്ട് ബൈ മ്യൂലേണിംഗ് എന്ന് ചോദിക്കുന്നതാണ്. സോ ഇതിൽ നിങ്ങളെ ഗോൾ, നിങ്ങൾ എന്താണ് മ്യൂലേണിംഗ് കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ അടിക്കുന്നതോടെ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഓപ്പണായി വരും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് വെൽക്കം ആൻഡ് നിങ്ങളുടെ പേര് വരും അവിടെ. ആൻഡ് അടുത്തതായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതിൽ നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഫൈൽ ടൂർ വരുന്നുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ പേരിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് നമ്മുടെ MUID. ആൻഡ് MUID ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു പ്രോഗ്രാം വരികയാണെങ്കിലും അതിൽ നമ്മുടെ MUID ചോദിക്കാറുണ്ട്. മ്യൂലേണിൽ ഏതൊരു പ്രോഗ്രാം വരുമ്പോഴും MUID ചോദിക്കാറുണ്ട്. ആൻഡ് നിങ്ങളുടെ പ്രൊഫൈലിലെ അവതാരണ ചുറ്റിലും കാണുന്ന ആ ഒരു കളർ ഡിസ്ക്രൈബ്സ് വെദർ യുവർ പ്രൊഫൈൽ ഈസ് പ്രൈവറ്റ് ഓർ പബ്ലിക്. ബ്ലൂ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൈവറ്റ് ആണ്, ഗ്രീൻ ആണെങ്കിൽ അത് പബ്ലിക് ആണെന്നാണ്. ആൻഡ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ മ്യൂലേൺ ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര കർമ്മ സ്കോർസ് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കും. ആൻഡ് യുവർ ആവറേജ് കർമ്മ പെർ മന്ത്, യുവർ റാങ്ക്, പെർസെൻറ്റൈൽ എല്ലാം നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ കാണിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, പ്രൊഫൈൽ പിക്ചർ, പ്രൈവസി, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ എക്സിസ്റ്റിംഗ് റോൾസ് കാണിക്കും. മോസ്റ്റ് പ്രോബബ്ലി സ്റ്റുഡൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ക്യാമ്പസ് ലീഡൊക്കെ ആകുമ്പോൾ അത് അവിടെ റോള് മാറിയിട്ട് ക്യാമ്പസ് ലീഡ് ഉണ്ടാവും. പിന്നെ കർമ്മ ഹിസ്റ്ററിയും MUAGഉം പിന്നെ അച്ചീവ്മെൻറ്റ്സും എല്ലാം നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് കാണാൻ പറ്റും. MUAG എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ലെവലിലും ഏതൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് കാണിക്കും. ആൻഡ് അച്ചീവ്മെൻറ്റ് ടാബ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഗാലറി കാണാൻ പറ്റും. നമുക്ക് കിട്ടിയ ബാഡ്ജസ് എല്ലാം അവിടെ കാണിക്കുന്നതായിരിക്കും.
ആൻഡ് നെക്സ്റ്റ് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് പ്രൊഫൈൽ നമ്മൾ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പിന്നെ ഇമെയിലും അതിൽ വന്നിട്ടുണ്ടാകും. ആൻഡ് നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആണെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസിലെ മെമ്പർ ആണെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റീസും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ആൻഡ് പ്രൊഫൈൽ ഇമേജ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, ഇറ്റ് ഈസ് അപ് ടു യു. ആൻഡ് ദെൻ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്ഡേറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് നൗ ദ പ്രൊഫൈൽ ഈസ് അപ്ഡേറ്റഡ്. ലാസ്റ്റായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പബ്ലിക്കായിട്ട് സ്വിച്ച് ചെയ്യാം. പ്രൊഫൈൽ പബ്ലിക് ആക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ റിക്രൂട്ടേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് ആണെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല പ്രൊഫൈൽ. ആൻഡ് സൈഡിലെ മ്യൂ ജേർണി സെലക്ട് ചെയ്താൽ നമ്മൾക്ക് ഓൾറെഡി എന്തെല്ലാം ടാസ്കുകൾ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ആൻഡ് സൈഡിൽ മ്യൂ ജേർണി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ടാസ്കുകൾ ഉണ്ട് എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. കറൻ്റ്ലി യു ആർ അറ്റ് ലെവൽ 1. സോ ലെവൽ 1 ടാസ്കുകൾ ചെയ്യാൻ പറ്റും. ആൻഡ് ലെവൽ 1 ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കർമ്മ സ്കോർസ് കൂടി വരുമ്പോഴാണ് നെക്സ്റ്റ് ലെവൽസ് അൺലോക്ക് ആവുന്നത്. ലെവൽ 1 ഫസ്റ്റ് ടാസ്ക്കായ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ കമ്മ്യൂണിറ്റി യൂസിങ് മ്യൂ ID എന്നുള്ള ഈ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വരും. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡിസ്കോഡിലേക്ക് അത് പോകുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഡിസ്കോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഡിസ്കോഡ് ഡൗൺലോഡ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ കാണും. ഇതിൽ ആരോൺ ചേട്ടൻ എന്ന് പറയുന്നത് ഒരു ബോട്ടാണ്. സോ ആരോൺ ചേട്ടൻ ഓതറൈസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഡിസ്കോഡിലേക്ക് കണക്റ്റ് ആവുകയുള്ളൂ. ആൻഡ് അങ്ങനെ മാത്രമേ നമ്മൾക്ക് മ്യൂ ലേണിലെ ടാസ്കുകൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ മ്യൂ ലേൺ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് യു ആർ കണക്റ്റഡ് ടു മ്യൂ ലേൺ. സോ ഒഫീഷ്യലി നിങ്ങൾ മ്യൂ ലേണിൽ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതെല്ലാം വായിക്കാം. ഇതിലെ ഫസ്റ്റ് റൂൾ പറയുന്നത് എൻഷുർ യുവർ ഡിസ്കോഡ് പ്രൊഫൈൽ ഹാസ് എ ക്ലിയർ ഫോട്ടോ ഓഫ് യു എന്നാണ്. അതായത് പ്രൊഫൈലിൽ നിങ്ങളുടെ ഒരു ക്ലിയർ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകളൊക്കെ റെഡ് ഫ്ലാഗ് അടിക്കും. ആൻഡ് അതൊന്നും കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കില്ല. സോ മേക്ക് ഷുവർ യു ഹാവ് എ ക്ലിയർ ഫോട്ടോ ആസ് പ്രൊഫൈൽ.